ഹായ് ഫ്രണ്ട്സ്, വണ്ണം പ്ലാൻ കളക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീട്ടിൽ വിരിഞ്ഞ കുറച്ച് താമരകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വിരിഞ്ഞിട്ടുള്ളവയാണ്. മിസോക്കിൻ്റെ ഫ്ലവറാണ്. കുറച്ച് ദിവസമായി കേട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട്. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ച് ചാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ സുഭദ്രയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു. വൈറ്റ് ഫോർണറ വിരിഞ്ഞ് കഴിഞ്ഞ് അടുത്ത സെറ്റും ആകാറായി. പിന്നെ ഇന്ദുലേഖ വിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതുണ്ടോ, എങ്ങനെയുണ്ട്? ഇഷ്ടമായ? സൂപ്പർ ഫ്ലവർ അല്ലേ? എന്തൊരു മണമാണെന്നറിയാം. തന്നെ വിരിഞ്ഞു വന്നതാണ് കേട്ടോ. ഇന്നിപ്പം ഫുള്ളായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട്. നോക്കി, സെൻറ്ററിൽ തേനീച്ചയൊക്കെ വന്നിരുന്ന് തേനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫ്ലവർ അല്ലേ? ഇതങ്ങനെ നിൽക്കുന്നു. ഇതിന് കുറേ മുട്ടുകളുണ്ടായിരുന്നു. കുറച്ച് മുട്ടുകളൊക്കെ പോയി കേട്ടോ. മഴയുടെയും വെയിലിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. കുറച്ച് മുട്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വിരിഞ്ഞു വന്നതല്ല, നല്ല അടിപൊളിയായിട്ടാണ് വിരിഞ്ഞു വന്നേക്കുന്നത്. ഇത് നമ്മളുടെ വൈറ്റ് പിയോണിയുടെ ഫ്ലവറാണ്. മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നില്ല കേട്ടോ. അതിന് മുന്നേ മുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അഖില നോൺ സ്റ്റോപ്പ് ആണെന്ന് പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും. അഖിലയുടെ ഫ്ലവറാണ്. ഇന്നിപ്പോൾ ഒന്ന് വിരിയിച്ച് കൊടുത്തതാണ് കേട്ടോ. താഴത്തെ പെറ്റൽസൊക്കെ പോയായിരുന്നു, അതുകൊണ്ട് ഒന്ന് വിരിയിച്ച് കൊടുത്തു. ഇതൊക്കെ അതിൻ്റെ ഫ്ലവേഴ്സാണ്, കാരണം അഖില ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മളുടെ പിങ്ക് ക്ലൗഡ്. പിന്നെ നമ്മളുടെ തമോടെ ആയിരുന്നു കേട്ടോ. തന്നെ വിരിഞ്ഞു വന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി ദിവസം നിൽക്കില്ല, താഴെ വീണ് പോയി. പിന്നെ ഇതിൻ്റെ മുട്ട് നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് പണികളൊക്കെ ഇനി ബാക്കിയൊക്കെ ഉണ്ട്. 2-3 ട്യൂബേഴ്സൊക്കെ ഇനിയും കിടപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ സെയിലിനും കുറച്ച് പേര് ട്യൂബേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോംബോ ഓഫറിലുള്ള ട്യൂബേഴ്സ് കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ബുക്കിംഗ് ആയി പോയിട്ടുണ്ട്. ഇനി 2-3 ട്യൂബേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് എങ്കിൽ പറഞ്ഞാൽ അവർക്ക് അയച്ചു തരും കേട്ടോ. ഉണ്ടോ, 200 രൂപയുടെ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ. ഇതൊക്കെ കോംബോ ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ കുടമുല്ലയുടെ ഫുള്ള് തീർന്നു കേട്ടോ. ഇനി ഒരു ട്യൂബറൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഇത് വളരെ പതിയെയാണ് നമുക്ക് കുടമുല്ല വളർന്നു കയറുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. പക്ഷേ വളർന്ന് ഒരു സ്റ്റാൻഡിങ് ലീഫിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നല്ല രസമാണ്. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവർ തരുന്ന ഒരു ഇനമാണ് കുടമുല്ല. അപ്പോൾ ബാക്കി എല്ലാ ഇതും നമ്മളുടെ ട്യൂബറെല്ലാം തീർന്നിട്ടിരിക്കുകയാണ്. ഇനി ആരും ട്യൂബേഴ്സൊന്നും ചോദിക്കണ്ട. കാര്യം കുറച്ചെണ്ണം എടുക്കാനിരിപ്പുണ്ടെങ്കിലും ഇപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും നല്ല താമരകളൊക്കെ പിടിപ്പിച്ച് എല്ലാ വീട്ടിലും നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി പല കളറിലുള്ള താമരകളുടെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ ഇന്ന്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.